ഗുഡ് മോർണിംഗ് ഋഷിപാൽ. BJP CPM ഡീൽ ആരോപണത്തിൽ കോൺഗ്രസ് ശക്തമായിട്ട് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറിച്ച് ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് പ്രതിരോധമാക്കാൻ CPM ഉപയോഗിക്കുന്ന എളമരം കരീമിൻ്റെ പ്രസ്താവന കണ്ടു. അത് MK മുനീറുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അത് ആ പ്രസ്താവന ഉന്നയിച്ചതെങ്കിലും അതിന് വരും ദിവസങ്ങളിലും ചൂടുപിടിക്കാൻ സാധ്യതയുണ്ടെന്നാണോ, അതല്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചതുപോലെ അത്ര തീവ്രമായി ജമാഅത്തെ ഇസ്ലാമി വിഷയം ഇക്കുറി ഉയർത്തേണ്ടെന്നാണോ തീരുമാനം? ഈ കോൺഗ്രസ് ഉയർത്തുന്ന CPM BJP ഡീലിനെ CPM ഇന്നും പ്രതിരോധിക്കാൻ സാധ്യതയുണ്ടോ? ഇന്നും മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാമോ ഋഷിപാൽ? അരുൺകുമാർ, ഡീൽ വിവാദം ആളിക്കത്തിക്കാൻ UDF ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാൻ LDF ഇപ്പോൾ കണ്ടെത്തിയ മാർഗമാണ്, വിഷയമാണ് ജമാഅത്ത് ഇസ്ലാമി. നേരത്തെ ആദ്യഘട്ടത്തിൽ കോലീബി സഖ്യം ഉയർത്തിക്കാണിച്ചിരുന്നു. പിന്നീട് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുഷ്പാർച്ചന നടത്തുന്ന ചിത്രം പ്രചരിപ്പിച്ച പ്രതിരോധം ഉയർത്തിയിരുന്നു. ഒടുവിൽ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം, സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ജമാഅത്ത് ഇസ്ലാമി ഇടപെട്ടു എന്ന ആരോപണം ഉയർത്തുകയാണ്. എളമരം കരീം തന്നെ ആരോപണത്തിന് തുടക്കമിട്ടു. ഇനി മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലും സമാനമായ രീതിയിൽ ആരോപണങ്ങൾ ഉയർത്താൻ സാധ്യതയുണ്ട്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ NS ലൂസൂർ രാജിവെക്കുമ്പോൾ തിരുവനന്തപുരത്ത് വാമനപുരത്തെ സ്ഥാനാർത്ഥി സുധീർ ഷാ, ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ SDPയുടെ നിർദ്ദേശപ്രകാരമാണ് സുധീർ ഷയെ മത്സരിപ്പിച്ചത്, സ്ഥാനാർത്ഥിയാക്കിയെന്ന് ആരോപണം ഉയർത്തിയിരുന്നു. സമാനമായ രീതിയിൽ പലയിടങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർത്താനുള്ള നീക്കം LDF അത് തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ തുടക്കം മാത്രമാണ് മുനീറിനെ മാറ്റിയത് സംബന്ധിച്ചുള്ള ആരോപണം. ഏതായാലും UDF ഈ ഡീൽ വിവാദത്തിൽ RSS BJP CPM ബാന്ധവം അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ പ്രചാരണം കടുപ്പിച്ച് മുന്നോട്ട് പോകും. അത് പ്രധാന രാഷ്ട്രീയ അജണ്ടയാണ്. രാഹുൽ ഗാന്ധിയാണ് ആ രാഷ്ട്രീയ അജണ്ട പറഞ്ഞു തുടങ്ങിയത്. പിന്നീട് നേതാക്കൾ ഏറ്റെടുക്കുകയായിരുന്നു. പല മണ്ഡലങ്ങളിലും ആ വിവാദം ആളിക്കത്തിക്കാൻ പ്രാദേശികമായും UDF നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇനി 12 ദിവസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന. അതിനിടയിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണ് നട്ടുകൊണ്ട് ഇത്തരം പ്രചാരണം നടത്തുന്ന ആക്ഷേപം മറുഭാഗത്ത് NDA ക്യാമ്പ് ഉന്നയിച്ചു കഴിഞ്ഞു, രണ്ട് മുന്നണികൾക്കെതിരെയും. അതേസമയം ഈ ഡീൽ വിവാദം ആളിക്കത്തിക്കുന്നത് UDF തന്നെയാണ്. ഇനി ജമാഅത്ത് ഇസ്ലാമി വിഷയം മാത്രം ഉയർത്തിയായിരിക്കുമോ ഇത് പ്രതിരോധം ഉയർത്തുക എന്നത് കത്തിരുന്ന് കാണണം. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്ന ഡീൽ വിവാദത്തിനൊപ്പം ജമാഅത്ത് ഇസ്ലാമി ബാന്ധവം കൂടിയായിരിക്കും. കാരണം നിലമ്പൂരിലും നേരത്തെ പാലക്കാട്ടുമൊക്കെ സമാനമായ ആരോപണം LDF ഉയർത്തിയതാണ്. അതിന്റെ തുടർച്ചയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിലും LDFന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ശരി ഋഷിപാൽ, താങ്ക് യു ഋഷി, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാട്ടുകാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ലതും പറയടേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വികസനത്തെക്കുറിച്ച്, ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം വരുത്തിയതിലെ എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ, എന്തെങ്കിലും മോശമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്. പണ്ടൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ആൾക്കാർ പറയും, റോഡ് കൊള്ളൂല, വെള്ളമില്ല, ഇവിടെ ഭക്ഷണം കിട്ടാനില്ല, പെൻഷൻ കിട്ടാനില്ല, കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നു, പിള്ളേർക്കാണെങ്കിൽ സ്കൂളിൽ കാര്യമായിട്ട് പുസ്തകം കിട്ടാനില്ല. ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്ത് പറയുന്നു, മറുഭാഗത്ത് BJP ഡീൽ എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ജനങ്ങൾക്ക് അറിയേണ്ടത് അടിസ്ഥാനമായിട്ടുള്ള അവരുടെ വിഷയങ്ങളിൽ സർക്കാർ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് കൂടിയാണല്ലോ. അതുകൂടി എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നുന്നില്ലേ?